കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ ശേഷം പലതവണ സ്വന്തം നാടായ തൃശ്ശൂരിലേക്ക് KSRTC ബസ്സിൽ സഞ്ചരിച്ച ഒരാൾ. ഏറ്റവും ആധുനികമായ കാഴ്ചപ്പാടോടെ കേരളത്തെ ദീർഘദർശനം ചെയ്ത ഭരണാധികാരി. തേക്കിൻകാട് മൈതാനിയിലെ സായാഹ്ന സഞ്ചാരി. നല്ല മനുഷ്യനാവുക, കൂടുതൽ നല്ല മനുഷ്യനാവുക, സ്വന്തം ജീവിതത്തിലൂടെ വീണ്ടും വീണ്ടും ഇത് തെളിയിച്ച ഒരാൾ. സി അച്യുതമേനോൻ. 1913 ജനുവരിയിൽ തൃശ്ശൂരിൽ ജനിച്ചു. BL പഠനം പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രീയത്തിൽ സജീവമായി. 1941 ആദ്യമായി ജയിൽവാസം അനുഭവിച്ചു. 1942 CPI അംഗം. മധുരയിൽ നടന്ന 3-ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി. നിയമസഭാ അംഗം, രാജ്യസഭാ അംഗം എന്നീ നിലയിൽ നിർണായക ഇടപെടൽ നടത്തി. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രി. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. ലളിത ജീവിതത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയ പാഠങ്ങൾ നൽകിയ നേതാവ്. 65-ാം വയസ്സിൽ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1991 ഓഗസ്റ്റ് 16 78-ാം വയസ്സിൽ അച്യുതമേനോൻ അന്തരിച്ചു. ഇന്ത്യൻ ഇടതുപക്ഷ മുന്നേറ്റത്തിന് തീരാ നഷ്ടം. വാചാലതയ്ക്കപ്പുറം നിശബ്ദതയുടെ അർത്ഥം തിരിച്ചറിഞ്ഞ സി അച്യുതമേനോൻ മലയാളം കണ്ട ഏറ്റവും ധിഷണാശാലിയായ പൊതുപ്രവർത്തകനായിരുന്നു. പകരം വയ്ക്കാനാവാത്ത മാതൃക. തൃശ്ശൂരിൽ ജനിക്കുകയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തലസ്ഥാനങ്ങളിൽ മലയാളിയുടെ ശബ്ദവും സാന്നിധ്യവുമായി വളരുകയും ചെയ്യാൻ അച്യുതമേനോന് സാധിച്ചു. പഠനത്തിലും നിലപാടിലും തനതായ മുദ്രകൾ അടയാളപ്പെടുത്തിയതിനൊപ്പം സാമൂഹ്യ ജീവിതത്തിൽ ഏതു പക്ഷം ചേർന്ന് നിൽക്കണമെന്ന കാര്യത്തിലും അച്യുതമേനോന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പഠനകാലശേഷം അഭിഭാഷകനായി ജീവിതം തുടങ്ങിയ അച്യുതമേനോൻ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ ദിനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതിരഹിതമായ നിലപാടുകളോട് നിശബ്ദനായിരിക്കാൻ അച്യുതമേനോന് സാധിച്ചില്ല. ഇന്ത്യ എന്ന വലിയ സ്വപ്നത്തിനു വേണ്ടി സംസാരിച്ചതിന് ജയിലിലടച്ചു. ആ നാളുകളിൽ H.G. വെൽസിന്റെ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് അച്യുതമേനോൻ വിവർത്തനം ചെയ്തു. ദൈക്ഷണിക ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ കമ്മ്യൂണിസത്തിന്റെ സമത്വരേഖയിലേക്ക് അച്യുതമേനോൻ ആകർഷകനായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും ആകാശം എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അനുഭവിക്കാനാകണമെന്ന ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിനാണ് അദ്ദേഹം തുടർന്ന് ശ്രമിച്ചത്. 1948 മുതൽ 1951 വരെയുള്ള കാലം അച്യുതമേനോന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ വർഷങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികളെപ്പറ്റി സജീവമായ ചർച്ചയും ചിന്തയും നടന്ന സമയമായിരുന്നു അത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയുടേതായ ഒരു പാതയും പ്രതലവും നിർമ്മിക്കാനാകണമെന്ന അച്യുതമേനോന്റെ നിലപാട് ശക്തമായിരുന്നു. ആ ആശയം ആഴത്തിൽ മനസ്സിലാക്കാനും സംവേദനം ചെയ്യാനുമുള്ള ശ്രമം അന്ന് നടന്നു. N.E. ബാലറാമും K.C. ജോർജും ഈ സൈദ്ധാന്തിക സഞ്ചാരത്തിൽ അച്യുതമേനോനോടൊപ്പമുണ്ടായിരുന്നു. K. ദാമോദരൻ തുടങ്ങിവെച്ച ഈ ആശയലോകത്തിൻ്റെ പ്രസക്തി ഇന്ന് കൂടുതൽ സജീവമാകുന്നുണ്ട്. 1942 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് 5 വർഷം മുമ്പാണ് അച്യുതമേനോൻ CPI അംഗമാകുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ പാർട്ടി ഉന്നതമായ സ്വീകാര്യത കൈവരിച്ചതിനും വിശ്വാസ്യത ആർജിച്ചതിനും പിന്നിൽ അച്യുതമേനോന്റെ ജാഗ്രതയും പഠനവും നിർണായകമായ പങ്കുവഹിച്ചു. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തി. ഒളിവുകാലത്ത് തൃശ്ശൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കരുതലിൻ്റെ ഒരു രേഖ വരയ്ക്കുകയായിരുന്നു അന്നു മുതൽ അന്ത്യദിനം വരെ അച്യുതമേനോൻ. 1957, 60, 70 കാലങ്ങളിൽ നിയമസഭാ സാമാജികനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവെന്ന നിലയിൽ അച്യുതമേനോൻ കേരളീയ ജീവിതത്തിൽ പൊതുസ്വീകാര്യനായി മാറി. അതിന് കാരണങ്ങൾ പലതാണ്. ഏറ്റവും ലളിതമായ ജീവിതവും ആഴം തികഞ്ഞ ആത്മാർത്ഥതയും ഓരോ വാക്കിലെയും സത്യസന്ധതയും അച്യുതമേനോനെ പ്രിയങ്കരനാക്കി. അർത്ഥശൂന്യമായ വാക്കുകളോ ആത്മസ്പർശമില്ലാത്ത പ്രവൃത്തിയോ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് കേരളം അനുഭവിച്ചിട്ടില്ല. 1957 കേരളത്തിൽ പിറന്ന ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ. EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു അച്യുതമേനോൻ.
ഒരു ജനതയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന പ്രതീക്ഷാനിർഭരമായ നടപടികളാണ് തുടർന്നുള്ള ഓരോ ഘട്ടത്തിലും അച്യുതമേനോൻ സ്വീകരിച്ചത്. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രി, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി, അങ്ങനെ പല നിർണായക സവിശേഷതകളും സി അച്യുതമേനോന് സ്വന്തം. അധികാരത്തിൻ്റെ ഇടനാഴിയിൽ പുറപ്പാട് ഘോഷങ്ങളില്ലാതെ ജനങ്ങൾക്കിടയിൽ ഒരാൾ എന്ന നിലയിൽ തന്നെ കാണാനാണ് അച്യുതമേനോൻ ഇഷ്ടപ്പെട്ടത്. അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളിൽ സംഭവിച്ച ചില തേർവാഴ്ചകൾ പിൽക്കാലത്ത് അച്യുതമേനോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ച് വ്യക്തമായ വിവരം നൽകാതെ മുഖ്യമന്ത്രിയായ തന്നിൽ നിന്നും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ മറച്ചുവെച്ചു. പോലീസ് മേധാവികളുമായി ദൈനംദിനം ബന്ധപ്പെട്ടിരുന്നത് കരുണാകരനായിരുന്നു അന്ന്. അക്കാലങ്ങളിൽ സംഭവിച്ച ചില കിരാതത്വങ്ങൾ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വേദനയായി അച്യുതമേനോൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായ രാജൻ കേസ് പോലുള്ള വിഷയത്തിൽ രാജൻ കൊല ചെയ്യപ്പെടാനിടയായ സാഹചര്യത്തിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്. പിൽക്കാലത്ത് അച്യുതമേനോൻ തന്നെ പറഞ്ഞ് നമുക്കറിയാം, അന്ന് എന്താണ് സംഭവിച്ചതെന്നൊന്നും യഥാർത്ഥത്തിൽ അച്യുതമേനോൻ അറിയുന്നില്ല. കരുണാകരൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ജയറാം പടിക്കൽ എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന് വളരെയധികം നക്സലൈറ്റുകളെയൊക്കെ തന്നെ നേരിടാനുള്ള എല്ലാ അധികാരവും വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ജയറാം പടിക്കലിൻ്റെ മുൻകൈയിൽ നടന്ന പോലീസ് ക്യാമ്പുകളും മർദ്ദനങ്ങളും ഒക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജനും കൊല്ലപ്പെടാനിടയാകുന്നത്. അച്യുതമേനോനിൽ നേരിട്ട് ഉത്തരവാദിത്വമോ അറിവ് പോലും ഇല്ല ആയിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാകുന്നത്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത് 1957 കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്താണ്. ഈ ചരിത്രപരമായ നിശ്ചയം മലയാളിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ചെറുതായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതാവായിരിക്കുമ്പോഴും കേരളത്തിലേക്ക് വന്നപ്പോഴുമൊക്കെ മുന്നിലെത്തുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഗാഢമായി പഠിക്കുക, വിശകലനം ചെയ്യുക, തീരുമാനങ്ങളിൽ ധൈഷണികമായ പ്രഭാവമുണ്ടാക്കുക, ഇതൊക്കെ അച്യുതമേനോന്റെ സവിശേഷതയായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് അച്യുതമേനോന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിരാശ സൃഷ്ടിച്ച സംഭവമായിരുന്നു. അത്രനാളും ഒന്നിച്ചു നടന്നവർ, മുന്നേറുന്നത് സ്വപ്നം കണ്ടവർ വഴി പിരിയുന്നത് അദ്ദേഹത്തിന് ഖേദത്തോടെ നോക്കി നിൽക്കേണ്ടി വന്നു. നടന്ന അണിയറ നീക്കങ്ങൾ താൻ അറിഞ്ഞിരുന്നില്ലെന്നും അങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും അച്യുതമേനോൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാലത്തിനൊപ്പമല്ല, കാലത്തിന് മുന്നേ നടന്ന രാഷ്ട്രീയ ധൈഷണികതയായിരുന്നു അച്യുതമേനോനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ഇന്നും അദ്ദേഹം സങ്കല്പിച്ച ആധുനിക വീക്ഷണത്തിൻ്റെ തുടർച്ചാഘട്ടങ്ങളിലൂടെയാണ് കേരളം സഞ്ചരിക്കുന്നത്. അടവു നയങ്ങൾക്കപ്പുറം ഒരു ജനതയുടെ പ്രയാണത്തിന് ശക്തി പകരാനാണ് സി അച്യുതമേനോൻ ശ്രമിച്ചത്. 65 വയസ്സിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും സ്വയം പിന്മാറിയ അച്യുതമേനോൻ പുതിയ മാതൃകയാണ് ജീവിതത്തിലും അധികാര ഭരണ വഴിയിലും സൃഷ്ടിച്ചത്. അവസാന നാൾ വരെ ആ നേരും സുതാര്യതയും സൂക്ഷിച്ച നേതാവ്. മലയാളിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഭാവി ചരിത്രം സി അച്യുതമേനോനെ രേഖപ്പെടുത്തുക വഴിയും വഴികാട്ടിയും എന്നാവും.